പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിലെ എക്സാമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും 10ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ പഠിച്ചതുപോലെയല്ല, 10ാം ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഫുൾ A+ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല സ്കൂൾ, നിങ്ങൾ വിചാരിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടും. അതെന്ന് പറഞ്ഞാൽ എത്രത്തോളം വലിയൊരു സിലബസ് ഒന്നുമല്ല, 50ാം ക്ലാസ് പഠിച്ചാൽ അത്രത്തോളമൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, A+, ഫുൾ A+ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കെമിസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ട്. കെമിസ്ട്രിയിൽ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഓർഗാനിക് കെമിസ്ട്രി 9th പഠിച്ച് നിർത്തിയതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം 10th ഉണ്ടായിരുന്ന കെമിസ്ട്രീൻ്റെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി ലാസ്റ്റ് ആയിരുന്നു വന്നത്. പക്ഷേ ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറിയ സമയത്ത് ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ ആയിട്ടാണ് വന്നത്. ലാസ്റ്റുള്ള 2 ചാപ്റ്ററിന് പകരം ആ ചാപ്റ്റർ ഫസ്റ്റും സെക്കൻഡുമാണ് വന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ സൗകര്യമാണ്. കാരണം ഓർഗാനിക് കെമിസ്ട്രി ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മാർച്ചിൽ നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ച് നിർത്തിയതാണല്ലോ. അപ്പോൾ മറന്നു പോകാനൊന്നും ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുന്ന ഒരു രീതിയിലാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ്ങും അതുപോലെ ഐസോമറിസം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ 9th റിവൈസ് ചെയ്തൊന്ന് പോവാം. ജസ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം, ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മൾ 9th പഠിച്ചിരുന്നു ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുക. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് ഓർഗാനിക് കെമിസ്ട്രി. പിന്നെ നമ്മളതിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് പറഞ്ഞ കാർബണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 2, 4 ആണ്. സോ കാർബണിൻ്റെ വാലൻസി 4 ആണ്. അതായത് കാർബണിന് മറ്റ് 4 ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേരാൻ കഴിയും. അപ്പോൾ നമ്മൾ ഓൾറെഡി 9th ഡീറ്റെയിൽ ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിച്ചതാണ്. നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാർബണിൻ്റെ വാലൻസി 4 ആണ്, അല്ലെങ്കിൽ കാർബണിൻ്റെ ചുറ്റും 4 വരകളാണുള്ളത്. അതാണ് നമ്മൾ 9th ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ കാർബൺ ഏറ്റവും കൂടുതലായിട്ട് കമ്പൈൻ ചെയ്യുന്നത് ഹൈഡ്രജൻ ആയതുകൊണ്ട് കാർബണും ഹൈഡ്രജനും അടങ്ങിയ കോമ്പൗണ്ട്സിനെ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്നാണ് വിളിക്കുന്നത്. ഇതിൽ തന്നെ ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സാച്ചുറേറ്റഡ് എന്നും അൺസാച്ചുറേറ്റഡ് എന്നും. അതാണ് നിങ്ങൾ ഇത്രത്തോളം ഓർത്താൽ മതി. സിംഗിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബണിനെ ആൽക്കൈൻ എന്നും, ഡബിൾ ബോണ്ടാണെങ്കിൽ ആൽക്കീൻ എന്നും, ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ അത് ആൽക്കൈൻ YNE എന്ന രീതിയിലുമാണ് അറിയപ്പെടുക. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണ്ടത് നമുക്ക് 10th ഈ ഒരു ഏരിയ ആയിട്ട് 9th ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് നമ്മൾ കുറച്ച് IUPAC, അതായത് പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെയൊക്കെ നെയിം ചെയ്യുന്നത് IUPAC എന്ന് പറഞ്ഞ സംഘടനയാണ്. ഇതിൻ്റെ ചില റൂൾസ് അനുസരിച്ചാണ് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പേര് കൊടുക്കാൻ പഠിച്ചിട്ടുള്ളത്. അതായത് സിമ്പിളായിട്ടുള്ള സ്ട്രെയിറ്റ് ചെയിന്, ലോങ് ചെയിന് നിങ്ങൾ നെയിമിംഗ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്നും കൂടെ പഠിച്ചു വെക്കണം. 10 കാർബണാറ്റം വരെ അടങ്ങിയ പിന്നെ കോമ്പൗണ്ട്സിന് നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് വേർഡ് റൂട്ടായിട്ട് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നോൺ, ഡെക്ക്, ഈ രീതിയിലാണ് 1 to 10 വരെ കാർബൺ ആറ്റത്തിന് നമ്മൾ നെയിം ചെയ്ത്. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി എടുത്തിട്ട് ഒന്നും കൂടെ ലാസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ എന്ത് ചെയ്യണം, ഒന്ന് ബേസായിട്ട് ഒന്ന് ഓടിച്ചു പോകണം. കാരണം ഈ വേർഡ് റൂട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ 10th ബാക്കി പോർഷന്, ഞാൻ 9ാം ക്ലാസ്സിൽ അപ്പോഴേ പറഞ്ഞിരുന്നു, 9ാം ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യുക, ഓർഗാനിക് കൺസെപ്റ്റ് പക്ക ക്ലിയർ ആയിട്ടില്ലെങ്കിൽ 10th എത്തുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ 10 പേര് നമ്പർ നെയിം കൊടുക്കുന്ന സമയത്ത് വേർഡ് റൂട്ട് കൃത്യമായിട്ട് കാണാതെ പഠിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ബാക്കിയാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. പിന്നെ നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്കറിയാലോ, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഒരു കാർബണാറ്റുമാണ് അടങ്ങിയിട്ടുള്ളെങ്കിൽ മീത്തൈൻ അല്ലെങ്കിൽ മെത്തൈൻ എന്നാണ് പറയുക. ഇനി മേ ബി 5 കാർബണാറ്റ് ആണെങ്കിൽ വേർഡ് റൂട്ട് പെൻ്റാണ്, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ എന്ന് വരും. പെൻറ്റെയിൻ എന്നാണ് നമ്മൾ പേര് കൊടുത്തിരുന്നത്. ആ ഒരു രീതിയിലാണ്. ഇനി നമുക്ക് 10th പോവാം. ഇത്രയാണ് നമ്മൾ ജസ്റ്റ് 9th പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വരിക. അതിന് ശേഷം നമുക്ക് 10th നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചർ നെയിമിങ്ങും ഐസോമറിസവുമാണ്. ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിലായിട്ട്. ഓൾദോ ദ മോളിക്കുലർ ഫോർമുല ഓഫ് മോഡൽസ് ഓഫ് ദീസ് 2 കോമ്പൗണ്ട്സ് മെയ്ഡ് ബൈ അസ് ആർ ദ സെയിം, ദർ സ്ട്രക്ചറൽ ഫോർമുല ആർ ഡിഫറെൻറ്റ്, റൈറ്റ്. അതായത് ഇവിടെ 2 കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബോൾ ആൻഡ് സ്റ്റിക്ക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 2 പേരും ഉണ്ടാക്കിയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, രണ്ടും ഡിഫറെൻ്റ് ആണ്. ദെൻ ദെയർ നെയിംസ് ടു വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ പേരും വ്യത്യാസമായിരിക്കും.
ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഓർഗാനിക് കെമിസ്ട്രീനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെവറൽ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഇൻ വാരിയസ് ഫീൽഡ് ഓഫ് ഡെയിലി ലൈഫ് ആർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സബ്സ്റ്റൻസ് ഓർഗാനിക് കെമിസ്ട്രിയുടെ സംഭാവനയാണ്. ബില്യൺസ് ഓഫ് കാർബൺ കോമ്പൗണ്ട് ഹാവ് ഓൾറെഡി ബീൻ ഡിസ്കവേർഡ്. അതായത് ഇപ്പം തന്നെ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെത്തിയിട്ടുണ്ട്. We know that the astonishing count of compounds, their peculiarities and possibilities have led to the formation of the specific branch of chemistry called organic chemistry. അതായത് ഇവയുടെ അമ്പരപ്പിക്കുന്ന എണ്ണവും പ്രത്യേകതകളും അതുപോലെ സാധ്യതകളും തന്നെയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന പ്രത്യേക ശാഖ രൂപപ്പെടാൻ കാരണമായിട്ടുള്ളതെന്ന് നമുക്കറിയാം. You have already learned about an important class of organic compounds, the hydrocarbon and their varieties, their structure, IUPAC rules of nomenclature, etc. അതായത് പ്രധാന ഓർഗാനിക് സംയുക്തങ്ങളിലെ പ്രധാന വിഭാഗമായ ഹൈഡ്രോ കാർബണുകളുടെ വൈവിധ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ചിലതിന് ഘടന, അതേപോലെ IUPAC നെയിമിങ്, അതിൻ്റെ സ്ട്രക്ചർ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെന്നാണ് പറയുന്നത്. The world of substances formed when carbon combined with elements like hydrogen, oxygen, nitrogen and few other elements has become indispensable to the modern life. അതായത് ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും മറ്റ് ചില എലമെൻസും കാർബണിനോട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ഈ ഒരു പദാർത്ഥങ്ങളുടെ ലോകം എന്ന് പറയുന്നത് നമ്മളെ മോഡേൺ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. The study of the structure, nomenclature and characteristic of numerous such compounds is fascinating. അതായത് ഇത്തരത്തിലുള്ള നിരവധി സംയുക്തങ്ങളുടെ സ്ട്രക്ചർ, അതേപോലെ നെയിമിങ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെ കൗതുകമുള്ളതാണ്, അല്ലെങ്കിൽ ഫാസിനേറ്റിംഗ് ആണ് എന്ന് പറയുന്നത്. ലെറ്റ് us ഗെറ്റ് അക്വേർഡ് വിത്ത് സം ഓഫ് ദീസ്. അതായത് ഇതിൽ ചിലതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം, അല്ല അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾ 9th പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇവിടെ 2 സ്ട്രക്ചറൽ ഫോമുല തന്നിട്ടുണ്ട്. ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് 2 ഹൈഡ്രോകാർബൺസ് ആർ ഗിവൺ ബിലോ. അതായത് 2 ഹൈഡ്രോകാർബൺ 1, ഹൈഡ്രോകാർബൺ 2, രണ്ടിൻ്റെയും സ്ട്രക്ചറൽ ഫോമുല തന്നിട്ടുണ്ട്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ആദ്യം ഈ സ്ട്രക്ചർ ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. രണ്ടിലും 5 കാർബണാറ്റാണ് അടങ്ങിയിട്ടുള്ളത്. ഹൈഡ്രോകാർബൺ 1ൽ 5 കാർബണാണ്, അത് ഒരു ലോങ് സിംഗിൾ ചെയിൻ ആയിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ ഹൈഡ്രോകാർബണിലും ടോട്ടൽ 5 കാർബണാറ്റാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. യു ആർ ഫെമിലിയർ വിത്ത് ദ ഫോമുല ഓഫ് ഹൈഡ്രോകാർബൺ. ഞങ്ങൾക്ക് ഓൾറെഡി ഹൈഡ്രോകാർബൺ 1ൻ്റെ ഫോമുല അറിയാം. നമ്മൾ നെയിമിംഗ് ഒക്കെ IUPAC നെയിമിംഗ് ഒക്കെ പഠിച്ചതാണ്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദിസ് ചെയിൻ. അപ്പോൾ ഹൈഡ്രോകാർബൺ 1ൽ എത്ര കാർബണാറ്റാണ് ഉള്ളത്? 5. വാട്ട് ഈസ് ദ വേർഡ് റൂട്ട് ഓഫ് ദിസ് കാർബൺ ചെയിൻ? ഈ കാർബൺ ചെയിൻ്റെ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ പെൻഡ് എന്നാണ്. അതായത് 5 കാർബൺ അടങ്ങിയിട്ടുള്ള എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ വേർഡ് റൂട്ടായിട്ട് വരുന്നത് പെൻഡാണ്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി 9th പഠിച്ചാണ്. ആദ്യം കാർബൺ ആറ്റം എണ്ണി നോക്കുക, പിന്നെ ഏത് ബോണ്ടാണെന്ന് നോക്കുക. ഇവിടെ തന്നിട്ടുള്ളത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE ആണ് നമ്മൾ സഫിക്സ് ആയിട്ട് കൊടുക്കുന്നത്. സോ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഡെയിൻ എന്നായിരിക്കും. അനലൈസ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ഹൈഡ്രോകാർബൺ 1 ആൻഡ് ഹൈഡ്രോകാർബൺ 2. ഈ 2 ഹൈഡ്രോകാർബണിൻ്റെ സ്ട്രക്ചറൽ ഫോമുല നോക്കാം. വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോമുല ഓഫ് ദീസ് 2 ഹൈഡ്രോകാർബൺ? ഈ 2 ഹൈഡ്രോകാർബണിൻ്റെ മോളിക്കുലർ ഫോമുല എന്താണ്? അപ്പോൾ നമുക്കറിയാം, കാർബണും ഹൈഡ്രജനും എണ്ണി നോക്കിയിട്ട് എഴുതുന്നതാണ് മോളിക്കുലർ ഫോമുല. C5H12 എന്നാണ് മോളിക്കുലർ ഫോമുല വരുന്നത്. ഹൗ ഡു ദേ ഡിഫർ ഇൻ ദ സ്ട്രക്ചർ ഓഫ് കാർബൺ ചെയിൻ? അപ്പോൾ കാർബൺ ചെയിനിൽ എന്ത് വ്യത്യാസമാണ് നമുക്ക് ആ സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുക. എ ബ്രാഞ്ച് ഈസ് സീൻ ഇൻ ഹൈഡ്രോകാർബൺ 2. അതായത് ഹൈഡ്രോകാർബൺ 2 എന്ന് പറഞ്ഞ സെക്കൻഡ് ഫോമുല എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബ്രാഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹാവ് എ ലുക്ക് അറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് അനദർ ഹൈഡ്രോകാർബൺ വിത്ത് ദ സെയിം മോളിക്കുലർ ഫോമുല. ഇതേ മോളിക്കുലർ ഫോമുല വരുന്ന, അതായത് 5 കാർബണും 12 ഹൈഡ്രജനും വരുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോമുലയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് കാർബൺ ആറ്റം ക്യാൻ ഫോം ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട്. അതായത് നേരത്തെ നമ്മൾ കണ്ട സ്ട്രക്ചറൽ ഫോമുലയിൽ നിന്ന് തികച്ചും എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനർത്ഥം കാർബണിന് ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ കഴിയുമെന്നാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻ വിത്ത് 1 ബ്രാഞ്ച്. നമ്മൾ ഓൾറെഡി ആൽക്കൈൻ്റെ നോമൻക്ലേച്ചർ പഠിച്ചിട്ടുണ്ട്. അതായത് ബ്രാഞ്ച് ഇല്ലാത്ത സിംഗിൾ ചെയിനായിട്ട് പോകുന്ന ഹൈഡ്രോകാർബൺ നമ്മൾ ഓൾറെഡി 9th നെയിമിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 10th എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അതായത് ഇതിനൊരു ബ്രാഞ്ച് കൂടെ വരുന്ന രീതിയിൽ. സിമ്പിളാണ് ഓർഗാനിക് കെമിസ്ട്രി, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ മാത്സൊക്കെ പഠിക്കുന്ന പോലെ സ്ട്രക്ചർ ഫോമുലയൊക്കെ എഴുതുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുക, എന്നാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇവിടെ ഒരു ഹൈഡ്രോകാർബണിൻ്റെ സ്ട്രക്ചറൽ ഫോമുല തന്നിട്ടുണ്ട്, അതിലൊരു ബ്രാഞ്ചും ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുക എന്ന് നോക്കാം.
Certain IUPAC rules are to be followed while naming such branched hydrocarbon. നമ്മൾ IUPAC നെയിമിംഗ് ഒക്കെ പഠിച്ചാണല്ലോ കുറച്ച് റൂൾസൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം എന്താണ് ഫസ്റ്റ് റൂളായിട്ട് വരുന്നതാണ് The longest chain containing maximum number of carbon atoms should be considered as the main chain and the remaining as branches. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് സ്ട്രക്ചറൽ ഫോമിൽ നോക്കുന്ന സമയത്ത് ഒരു മെയിൻ ചെയിൻ കാണാം. ഇവിടെ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെയിൻ ചെയിനിൽ 4 കാർബണാറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാ മെയിൻ ചെയിനായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് കാർബണാറ്റം അടങ്ങിയിട്ടുള്ളതാണ് മെയിൻ ചെയിനായിട്ട് എടുക്കുക. അപ്പോൾ അതൊരു മെയിൻ ചെയിനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താണ് ഒരു CH3 ഉണ്ട്, അത് നമുക്ക് ബ്രാഞ്ചായിട്ട് കൊടുക്കാം. ഇനി അവിടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വരുന്നത് അതായത് നമുക്ക് വേണമെങ്കിൽ അവിടെ 1 2 3 4 എന്ന് പറഞ്ഞ് നേരിട്ട് മെയിൻ ചെയിന് കൊടുക്കാമായിരുന്നു. പക്ഷേ നമ്മളതെന്ത് ചെയ്യുക, ഒന്നുകൂടെ താഴേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ബോക്സ് ചെയ്ത പോലെ ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 5 കാർബണാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാർബണാറ്റ് ഉള്ളത്, അതായത് നേരെ എന്നൊന്നുമില്ല, ആ ബ്രാഞ്ച് അത് നമുക്ക് എങ്ങനെയും മെയിൻ ചെയിന് കണക്ട് ചെയ്യും ഇതേപോലെ. അതായത് കാർബണാറ്റത്തിൻ്റെ എണ്ണം എപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന രീതിയിൽ, അല്ലാത്തത് നമുക്ക് ബ്രാഞ്ചാക്കി മാറ്റി വെച്ചാൽ മതി. ആ രീതിയിലാണ് മെയിൻ ചെയിൻ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ബോക്സ് ചെയ്ത് കണ്ടോ, 5 കാർബണാറ്റ് ഉള്ളത് മെയിൻ ചെയിനായിട്ട് എടുത്തു, ബാക്കി എക്സ്ട്രാ വരുന്നത് എന്ത് ചെയ്തു, ബ്രാഞ്ചാക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ IUPAC നെയിമിംഗ് കൊടുക്കുമ്പോൾ ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബണിൻ്റെ നെയിം ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു മെയിൻ ചെയിൻ എന്ന് പറയും, ബാക്കി വരുന്നതിന് നമ്മൾ ബ്രാഞ്ചായിട്ടാണ് കൊടുക്കുക. ദെൻ സെക്കൻഡ് അടുത്ത റൂളാണ് നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ കാർബൺ ആറ്റം ക്യാരിങ് ബ്രാഞ്ച് ഗെറ്റ്സ് ദ ലോവസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്കറിയാം എന്താ, ഒരു മെയിൻ ചെയിനും ഉണ്ടാവും ഒരു ബ്രാഞ്ചും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ബ്രാഞ്ച് ഉണ്ടെന്ന് ഓൾറെഡി നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം എന്ത് നമ്മൾ മെയിൻ ചെയിന് നമ്പർ ചെയ്യാൻ. അതായത് നമ്പറിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റോ റൈറ്റ് ടു ലെഫ്റ്റോ നമ്മൾ ഇഷ്ടം പോലെ എങ്ങനെയും കൊടുക്കാം. പക്ഷേ കൊടുക്കുന്ന സമയത്ത് എന്ത് വേണം, ഈ ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റത്തിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലാണ്. For this, you can start by numbering either from the right or from the left of the chain. അത് നമുക്ക് എങ്ങനെയും കൊടുക്കാം. A carbon chain containing 1 branch is given below. Note that it is numbered in 2 ways. അതായത് ഒരു ഹൈഡ്രോ കാർബണിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് കാർബൺ ചെയിൻ്റെ. എന്നിട്ട് എന്ത് ചെയ്താൽ ഫസ്റ്റ് സെക്കൻഡ് 2 രീതിയിൽ നമ്പർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് 1 2 3 4. അപ്പോൾ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ച് വരുന്നത്. ദെൻ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, നമ്പർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, കാർബൺ ആറ്റത്തിൻ്റെ ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലാവണം. അപ്പോൾ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പുട്ട് എ ടിക്ക് മാർക്ക് എഗൻസ്റ്റ് ദ അപ്രോപ്രിയേറ്റ് വൺ. ഈ തന്നിട്ടുള്ളതിൽ ഇതിലേതിലാണ് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ക്യാരിങ് ദ ബ്രാഞ്ച്. അപ്പോൾ ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്നത് ഏതാ നമുക്കറിയാം, സെക്കൻഡിലാണ്. ഫസ്റ്റിൽ തേർഡിലാണ് വരുന്നത്, രണ്ടാമത്തേൽ സെക്കൻഡിലാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സെക്കൻഡാണ്. അതായത് റൈറ്റ് ടു ലെഫ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് പോയിൻ്റ്, ദ സ്മോൾ ബ്രാഞ്ചസ് അറ്റാച്ച്ഡ് ടു കാർബൺ ആറ്റം ആർ കോൾഡ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇത് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന വേറൊരു കണ്ടൻറ്റാണ്. നമ്മൾ ഓൾറെഡി ആൽക്കൈൻ പഠിച്ചിട്ടുണ്ട്. CH4 എന്നാണ് ആൽക്കൈൻ എഴുതുക. അതായത് ഒരു കാർബൺ ആറ്റവും 4 ഹൈഡ്രജൻ ആറ്റവും അടങ്ങിയ ഈ മീത്തൈൻ എന്നുള്ളതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക, CH3 അല്ലേ ഉണ്ടാവുക. ഈ CH3ക്ക് നമ്മൾ പറയുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്രാഞ്ചായിട്ട് വരുന്ന കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്യുന്ന ബ്രാഞ്ചസിനാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് കോമൺ ആയിട്ട് പറയുക. ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് തന്നെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ വേറെ പേര് കൊടുക്കുന്നുണ്ട്. ആൻ ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ എ ഹൈഡ്രജൻ ആറ്റം ഈസ് റിമൂവ്ഡ് ഫ്രം എ കാർബൺ ആറ്റം ഇൻ എ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടുക. ദാറ്റ് ഈസ് വെൻ എ ഹൈഡ്രജൻ ആറ്റം ഈസ് റിമൂവ്ഡ് ഫ്രം എ CH4 മോളിക്യൂൾ CH3 ഈസ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ CH4 മോളിക്യൂളിൽ നിന്ന് ഒരു ആൽക്കൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് CH3 കിട്ടും. ദിസ് ഈസ് കോൾഡ് എ മീത്തൈൽ ഗ്രൂപ്പ്. അതായത് നമുക്കറിയാം കോമൺ ആയിട്ട് ഇവ ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് ബ്രാഞ്ചസ് അറിയപ്പെടുന്നത്. ഈ ആൽക്കൈൽ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇതിനനുസരിച്ചാണ് ആൽക്കൈൽ ഗ്രൂപ്പ് നമ്മൾ നെയിം ചെയ്യുക. അപ്പോൾ CH4 മോളിക്യൂളിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ടുണ്ടെങ്കിൽ CH3 കിട്ടും. അപ്പോൾ നമുക്കറിയാം CH4 എന്നുള്ളതിന് നമ്മൾ മീത്തൈൻ എന്നാണ് പറയുക. അതിൽ നിന്നൊരു ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ CH3 ആയിരിക്കും. ആ ഗ്രൂപ്പിന് നമ്മൾ മീത്തൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുക. An alkyl group is named by adding YL to the word root of the corresponding alkene. കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം നോക്കിയിട്ട് നമ്മൾ ആൽക്കൈൻ ഏതാണെന്ന് തിരിച്ചറിയും, ബ്രാഞ്ചിലുള്ള ആൽക്കൈന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ലാസ്റ്റ് YL എന്ന് കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്, ആ വേർഡ് റൂട്ടിൻ്റെ കൂടെ ഒരു YL കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നെയിം ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പിന് പേര് കൊടുക്കുന്ന സമയത്ത് വേർഡ് റൂട്ട് കറസ്പോണ്ടിങ് ടു ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം
ഓർ ആറ്റംസ് ഇൻ ദ ബ്രാഞ്ച് പ്ലസ് YL. ഇത്രയൊന്നും കാണാതെ പഠിച്ചു വെക്കണമല്ലോ, ജസ്റ്റ് ഇങ്ങനെ നോക്കുക ആ ബ്രാഞ്ച് ഏതാണെന്ന്. കാരണം മെയിൻ ചെയിൻ ഓൾറെഡി നമ്മൾ കണ്ടെത്തും, പിന്നെ നമ്മൾ ബ്രാഞ്ചും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ടോ എന്ന് എണ്ണി നോക്കുക. അപ്പോൾ ഒരു കാർബൺ ആണെങ്കിൽ നമുക്കറിയാം വേർഡ് റൂട്ട് മെത്താണ് വരിക. ദെൻ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, YL എന്ന് ചേർത്താലും മതി. മീത്തൈൽ ഗ്രൂപ്പ് എന്നാണ് പറയാം. ഇതായ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ടേബിൾ 1.1. മീത്തൈൽ CH3 ആണ് വരിക. ഇനി നമുക്കറിയാം 2 കാർബണാറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഈത്തൈൻ എന്നാണ് വിളിക്കുക. അതിന് പകരം എന്ത് ചെയ്യും, ഈത്തൈൽ ഗ്രൂപ്പായിട്ട് മാറും, YL എന്ന് ചേർക്കുക. ഇനി 3 കാർബണാറ്റ് ഉണ്ടെങ്കിൽ പ്രൊപ്പൈനാണ്, അതിന് പകരം നമ്മൾ വിളിക്കുന്നതാണ് YL കൂടെ ചേർക്കുമ്പോൾ പ്രൊപ്പ് വേർഡ് റൂട്ട്, അതിൻ്റെ കൂടെ YL ചേർത്തിട്ടുണ്ടെങ്കിൽ പ്രൊപ്പൈൽ എന്നായിട്ട് മാറും. നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് വരുന്നത്, വൈൽ റൈറ്റിംഗ് ദ IUPAC നെയിം എ ഹൈഫൺ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ന്യൂമറൽസ് ആൻഡ് ആൽഫബറ്റ്സ്. അതായത് നമ്മൾ ഈ ബ്രാഞ്ചിൻ്റെ ഒക്കെ പൊസിഷൻ പറയുന്നുണ്ടല്ലോ, നമ്പറാണ് പറയുന്നത്. അപ്പോൾ ആൽഫബറ്റ്സിനെയും അതേപോലെ ന്യൂമറൽസിനെയും നമ്പേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹൈഫണും കൂടെ എക്സ്ട്രാ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ പേജ് നമ്പർ 10 ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. അതായത് എത്രാമത്തെ പൊസിഷനിൽ എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് എന്നുള്ളത് എഴുതുക. ദെൻ അതിൻ്റെ കൂടെ നെക്സ്റ്റ് ഒരു ഹൈഫൺ കൊടുക്കുക, പ്ലസ് നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. അതായത് ആ ബ്രാഞ്ച് ഏത് ഗ്രൂപ്പാണെന്ന് ആൽക്കൈൽ ഗ്രൂപ്പിന് പേര് കൊടുക്കുക. ദെൻ വേർഡ് റൂട്ട് സഫിക്സ്. അതായത് വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ പിന്നെ സ്ട്രക്ചറിൻ്റെ വേർഡ് റൂട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു മെയിൻ ചെയിൻ കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ, ആ മെയിൻ ചെയിൻ്റെ വേർഡ് റൂട്ട് എഴുതുക. ദെൻ അതിൻ്റെ സഫിക്സ്, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. ആ ഒരു രീതിയിൽ ഇത് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പൊന്നും ജസ്റ്റ് കാണാതെ പഠിക്കണം എന്നില്ല, കുറേ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിച്ചോളും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് IUPAC നെയിം കൊടുക്കാൻ. അതായത് 5 കാർബണാറ്റ് അടങ്ങിയിട്ടുള്ള ഒരു മെയിൻ ചെയിൻ ഉണ്ട്, ഒരു CH3 ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് കാർബണാറ്റം ഇൻ ദ മെയിൻ ചെയിൻ 5. അപ്പോൾ അതിൻ്റെ വേർഡ് റൂട്ട് എന്താ വരിക, പെൻഡ് എന്നാണ് വരിക. പിന്നെ നോക്കേണ്ട എന്താണ്, ബോണ്ട് നോക്കുക, സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ സഫിക്സ് ഏതാ വരുന്നത്, ANE ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം മെയിൻ ചെയിൻ്റെ പേര് പെൻറ്റെയിൻ എന്നാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റൊക്കെ എഴുതി പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ആ പെൻറ്റെയിൻ എന്നുള്ളത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്രണ്ടിലാണ് കൊടുക്കേണ്ടത് ബ്രാഞ്ചിൻ്റെ. അപ്പോൾ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് നിങ്ങൾക്കറിയാം, ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമുക്ക് എന്ത് ചെയ്യാം, നെയിം ചെയ്യാം, ബ്രാഞ്ച് നമ്പർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് 1 2 സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ച് വരുന്നത്. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വരുന്നതെങ്കിലോ 1 2 3 4 വരുന്നത്. അപ്പോൾ നമ്മൾ ഏതാ സെലക്ട് ചെയ്യേണ്ടത്, ഏറ്റവും ലോവസ്റ്റ് നമ്പർ ആണല്ലോ. സോ 2 ആയിരിക്കും ബ്രാഞ്ചിൻ്റെ നമ്പർ വരിക, പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്. ദെൻ IUPAC നെയിം കൊടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ 2 ആണ് വരുന്നത്. ദെൻ ഒരു ഹൈഫൺ കൊടുക്കുക. പിന്നെ നമുക്കറിയാം ബ്രാഞ്ചിനൊരു പേരുണ്ടല്ലോ, അതായത് CH3 ഗ്രൂപ്പാണെങ്കിൽ ആ 3 നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ, നിർബന്ധമായിട്ട് ടേബിൾ 1.1 അപ്പോൾ CH3 ഗ്രൂപ്പാണ് ബ്രാഞ്ചായിട്ട് വരുന്നതെങ്കിൽ മീത്തൈൽ എന്നാണ് വരിക, ക്യാപിറ്റൽ M ആണ് ഫസ്റ്റ്. 2 മീത്തൈൽ. പിന്നെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, ലോങ് ചെയിന് പേര് കൊടുത്തിരുന്നല്ലോ, പെൻറ്റെയിൻ. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ IUPAC നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മീത്തൈൽ പെൻറ്റെയിൻ എന്നാണ്. നിങ്ങൾക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓൾറെഡിയൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് കോമ്പൗണ്ടിൽ വരുന്ന നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 2 സൈഡിലേക്കും ഒക്കെ നോക്കണം ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണ് വരുന്നതെന്ന്. അപ്പോൾ 6 ആണ്. ദെൻ നെയിം ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നതോ മീത്തൈലാണ് ബ്രാഞ്ചായിട്ട് വരുന്നത്, പൊസിഷൻ ഓഫ് ബ്രാഞ്ച്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും ജസ്റ്റ് പെൻസിലുകൊണ്ടൊന്ന് എഴുതി നോക്കാം. അപ്പോൾ സെക്കൻഡിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 2. സോ IUPAC നെയിം 2 മീത്തൈൽ ഹെക്സെയിൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യന് നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആണ്. അതിൻ്റെ ബ്രാഞ്ച് മീത്തൈലാണ് വരുന്നത്, പൊസിഷൻ ഓഫ് ബ്രാഞ്ച് 2 ആണ്, 2 മീത്തൈൽ ബ്യൂട്ടൈൻ. ദെൻ നെക്സ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്ങസ്റ്റ് ചെയിൻ 6. നെയിം ഓഫ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീത്തൈലാണ്, പൊസിഷൻ ഓഫ് ബ്രാഞ്ച് 3 ആണ്, 3 മീത്തൈൽ ഹെക്സൈൻ. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാം, അതായത് ഈത്തൈൽ ബ്രാഞ്ചായിട്ട് വരാം. പക്ഷേ നിങ്ങൾ ലോങ്ങസ്റ്റ് ചെയിന് കണ്ടെത്തുമ്പോൾ ഈത്തൈലിനെ ബ്രാഞ്ചാക്കുന്ന സമയത്ത് 5 കാർബണാറ്റേ വരൂ. പക്ഷേ നമ്മൾ നേരത്തെ പോലെ താഴേക്കുള്ളതും കൂടെ ലോങ്ങസ്റ്റ് ചെയിനിൽ കൺസിഡർ ചെയ്യുമ്പോൾ CH3 ആണ് ബ്രാഞ്ചായിട്ട് വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എങ്ങനെ എണ്ണീട്ടുണ്ടെങ്കിലും താഴെയുള്ളതിന് ലോങ് ചെയിൻ ആക്കിയാലും 5 കാർബൺ ആറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മേലുള്ള 5 എണ്ണത്തിന് ലോങ് ചെയിൻ ആയിട്ട് എടുക്കുക, ബാക്കി 2 ബ്രാഞ്ച് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ 5 ആണ്.
ദെൻ അവിടെ ബ്രാഞ്ച് ശ്രദ്ധിക്കണം. അതായത് 2 കാർബൺ ആറ്റമുണ്ട് ബ്രാഞ്ചിൽ വരുന്നത്. അതായത് മൂന്നാമത്തെ കാർബണിൽ നിന്ന് ലോങ് ചെയിനിലെ 3rd കാർബണിന് ബ്രാഞ്ചായിട്ട് വരുന്നത് CH2 CH3 ആണ്. അപ്പോൾ നമുക്കറിയാം പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇവിടെ ബ്രാഞ്ചിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ മീത്തൈൽ അല്ല ഈത്തൈലാണ്. ETHYL ഈത്തൈൽ. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം എന്ന് പറഞ്ഞാൽ 3 ഈത്തൈൽ പെൻറ്റെയ്ൻ എന്നാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ 10th കയറുമ്പോഴുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കാൻ പറ്റും. സാധാരണ ലാസ്റ്റ് ആകുന്ന സമയത്ത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും, ലാസ്റ്റിലേക്കാണല്ലോ പോർഷൻ കവർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നല്ല രീതിയിൽ ഡെയിലി എടുക്കുന്ന പോർഷൻ അന്നന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് A+ സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യാം. അപ്പോൾ 9th 9th കഴിഞ്ഞ് 10th എത്തിയെന്നുള്ള കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ പഠിക്കുക, ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ 10th ഇപ്പോൾ സ്കൂളൊക്കെ ജൂണിലെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ മെയിലൊക്കെ ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ കൂടെ ഫുൾ ചാപ്റ്റർ നിങ്ങളെ കൂടെ ഞാനുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോവാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.